Hi students, I am James Soni. ഈ വർഷത്തെ +1 ഫിസിക്സ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു 5 വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ടോപ്പിക്സും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രിക്ഷൻ, ലോസ് ഓഫ് മോഷനിലെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രിക്ഷൻ ഈസ് എ ഡാഷ് ഫോഴ്സ്. ഫ്രിക്ഷൻ എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഫ്രിക്ഷനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫ്രിക്ഷൻ എങ്ങനെയുള്ള ഫോഴ്സ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളൊരു ഗിവൺ മാസ് കൺസിഡർ ചെയ്തു. ഈ മാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. നമുക്കൊരു ഗിവൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ മാസ് ഇരിക്കുന്ന ഒരു ഗിവൺ സർഫസിലാണ്, ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു സർഫസിൽ ഇരിക്കുന്ന ഒരു ഗിവൺ മാസ് ആണെന്ന് നമുക്കങ്ങ് വിചാരിക്കാം. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഈ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഈ മാസ് എന്ത് ചെയ്യില്ല? അനങ്ങുന്നില്ല. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു നമ്മൾ വളരെ ചെറിയൊരു ഫോഴ്സ് പതുക്കെ ഒന്ന് നമ്മൾ അനക്കാൻ നോക്കി, അത് അനങ്ങണില്ല. ഇതൊരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ നമ്മൾ തൊടുമ്പോഴേ അത് എന്ത് ചെയ്യും? അതങ്ങ് മൂവ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഇത് സ്മൂത്ത് സർഫസ് അല്ല, ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആയതുകൊണ്ടാണ് ഈ ബോഡി എന്ത് ചെയ്യാത്തത്? മൂവ് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച് ആദ്യം നമ്മൾ ഒരു 1 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുത്തതെങ്കിൽ ഇവിടുത്തെ ഫ്രിക്ഷനും എന്ത് തന്നെയായിരിക്കും? 1 ന്യൂട്ടൺ തന്നെയാണ്. വീണ്ടും നമ്മൾ ഫോഴ്സ് കൂട്ടി 2 ന്യൂട്ടൺ ആക്കി, അപ്പൊ ഇവിടെ വരുന്ന ഫ്രിക്ഷനും എന്തായിരിക്കും? 2 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫോഴ്സ് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഫ്രിക്ഷനും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടി 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 വരും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി കൂടി വരും. അപ്പോ അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് തനിയെ കൂടുകയാണ്. ഓക്കെ, തനിയെ കൂടുന്നതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ്സ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ഇനി ഈ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? അപ്ലൈഡ് ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ടാണ്, മുമ്പോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബോഡി മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഇനി ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? ടാൻജൻഷ്യൽ മാനറിലാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ആക്ടിങ് ടാൻജൻഷ്യൽ മാനർ. അതൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നമ്മളൊരു സർക്കുലാർ ആണെങ്കിൽ, ഇപ്പൊ ഒരു ടയർ ആണെങ്കിൽ എന്തുവരും? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻജൻഷ്യലി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. അപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ്സ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. പിന്നെ എന്ത് വരും? ഇറ്റ് ഈസ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ടാൻജൻഷ്യൽ. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. Self-adjusting force. Okay. Second one, maximum value of friction is known as. ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അതിനെ പറയുന്ന പേരെന്താണ്? ഓക്കെ,
ഫ്രിക്ഷൻ മാക്സിമം ആകുമ്പോൾ ആ മാക്സിമം വാല്യൂവിനെ പറയുന്ന പേര് എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, അപ്പൊ നമ്മള് മാക്സിമം ഫോഴ്സ് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? മാക്സിമം ഫ്രിക്ഷൻ ഉണ്ടായി. ഓക്കെ ആണല്ലോ. അപ്പൊ ആ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ എന്താണ് പറയുക? ഓക്കെ, മാക്സിമം വാല്യൂ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ഡാഷ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്ലൈഡ് ഫോഴ്സ് കൂടിക്കൂടി വരുംതോറും ഫ്രിക്ഷണൽ ഫോഴ്സും കൂടിക്കൂടി വരും. നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്തു. മാക്സിമം ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ബോഡി എന്ത് ചെയ്യാം? മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി, അത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്ന ആ മാക്സിമം ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്നും നമുക്ക് പറയാം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. Limiting friction. Third one, when a cycle is pedaled forward, what is the direction of force of friction on the wheels? നമ്മളൊരു സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ സൈക്കിളിന്റെ ഫ്രണ്ട് വീലിലും ബാക്ക് വീലിലും ഫ്രിക്ഷന്റെ ഡയറക്ഷൻസ് എങ്ങനെയെല്ലാം വരാം? ഒരു സൈക്കിൾ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ സൈക്കിളിന്റെ രണ്ട് വീലിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതൊക്കെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യാം? അപ്പൊ നോക്കാം, നമുക്ക് ഫ്രണ്ട് വീലും ബാക്ക് വീലും ഉണ്ട്, രണ്ട് വീലും ഉണ്ട്. ഫ്രണ്ട് വീലില് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഫ്രണ്ട് വീല് ഇതിങ്ങനെ ഫ്രണ്ടിൽ അല്ലെ ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പൊ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തോരം? ടാൻജൻഷ്യലി ബാക്ക്വേർഡ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട് വീലിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ബാക്കിലേക്കാണ് ആക്ട് ചെയ്യുക. അപ്പൊ ബാക്കിലേക്ക് ഫ്രിക്ഷണൽ, ഫ്രണ്ടിലേക്കാണ് മൂവ്മെന്റ്, അപ്പൊ ബാക്കിലേക്ക് വന്നു. അപ്പൊ എന്ത് വരും? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ ഈ സൈക്കിളിന്റെ മുന്നോട്ടുള്ള മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ബാക്ക് വീലിലെ ഇതാണ്. അപ്പൊ അവിടെ എന്ത് വരും? ബാക്ക് വീലിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കണം? മുന്നോട്ടായിരിക്കണം. അപ്പൊ ഫ്രണ്ട് വീലില് ബാക്കിലേക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, പുറകോട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ബാക്ക് വീലിൽ എപ്പോഴും എന്തായിരിക്കും? ഫ്രണ്ടിലേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? സൈക്കിൾ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റൺ ഓൺ എ ഗ്ലാസി സർഫസ്. ഒരു ഗ്ലാസി സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അല്ല, ഒരു സ്മൂത്ത് സർഫസ്. അങ്ങനെ ഒരു സ്മൂത്ത് സർഫസിലൂടെ നമുക്ക് ഓടാൻ പ്രയാസമാണ് അല്ലെ? നമ്മൾ ഗ്ലാസി സർഫസിലൂടെ ഓടുമ്പോൾ നമുക്ക് തെന്നി വീഴാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഗ്ലാസി സർഫസ് ആണ്. ഗ്ലാസി സർഫസ് മീൻസ് സ്മൂത്ത് സർഫസ്. അപ്പൊ ഇതൊരു സ്മൂത്ത് സർഫസ് ആണ്. അപ്പൊ നമ്മൾ അതിലൂടെ എങ്ങനെയാണ് ഓടാൻ പോവാണ്. അപ്പൊ ഓടുന്ന സമയത്ത് നമ്മുടെ ഫീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദി സർഫസ്. അപ്പൊ ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആക്ഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മള് ഈ ഗ്ലാസി സർഫസിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയാ? ആക്ഷൻ. അപ്പൊ ഗ്ലാസി സർഫസ് നമ്മളിലേക്ക് തരുന്ന ഒരു ഫോഴ്സ് ആണ് എന്തെന്ന് പറയാ? റിയാക്ഷൻ. അപ്പൊ ഗ്ലാസി സർഫസ് നേരെ തിരിച്ച ഒരു എന്തുണ്ട്? റിയാക്ഷൻ തരണം. ഓക്കെ, അപ്പോ ആ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ?
നമ്മളുടെ ഫോർവേഡ് മൂവ്മെന്റിന് അല്ലെങ്കിൽ മുന്നോട്ട് പോവാനായിട്ട് ഓടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ റിയാക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്ലാസി സർഫസിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത് എങ്ങോട്ടാണ്? ബാക്കിലേക്കാണ്. ആക്ഷൻ കൊടുക്കുന്നത് ബാക്കിലേക്കാണ്. റിയാക്ഷൻ വരുന്നത് ഫ്രണ്ടിലേക്ക്. ആ റിയാക്ഷൻ ആണ് നമ്മൾ ഓടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നോക്കിയേ, ഇനി ഇവര് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ സ്മൂത്ത് സർഫസിൽ എന്തില്ല? ഫ്രിക്ഷൻ ഇല്ല, അല്ലെ? ഫ്രിക്ഷൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഫ്രിക്ഷൻ കുറവാണ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കുറവാണ്. അപ്പൊ റിയാക്ഷനും എന്തായിരിക്കും? വളരെ കുറവാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സഫിഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷനെ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ റിയാക്ഷനും വളരെ കുറവാണ്. റിയാക്ഷൻ സഫിഷ്യന്റ് ആയിട്ട് ഇല്ല എങ്കിൽ, ആവശ്യത്തിന് റിയാക്ഷണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത് റിയാക്ഷൻ വളരെ കുറവാണ്. ആ റിയാക്ഷണൽ ഫോഴ്സ് വളരെ കുറവായതുകൊണ്ട് എന്തോരം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റൺ. കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. ദ ക്വസ്റ്റ്യൻ ഈസ് വൈ കോൺ എ ഹോഴ്സ് പുൾ എ കാർട്ട് ഇൻ എംപ്റ്റി സ്പേസ്? ഒരു കുതിരയ്ക്ക് ആ കുതിര വണ്ടി വലിക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോ? എംപ്റ്റി സ്പേസില്. എംപ്റ്റി സ്പേസില് ഒരു കുതിരയ്ക്ക് കുതിരവണ്ടി വലിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ അത് മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുക? എംപ്റ്റി സ്പേസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഫ്രീ സ്പേസ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഗ്രാവിറ്റി ഫ്രീ സ്പേസിൽ ഈ ഹോഴ്സിന് ഈ കാർട്ടും വലിച്ചുകൊണ്ട് പോവാൻ പറ്റാത്തത്? ഓക്കെ, അപ്പോ നമുക്ക് ഗ്രൗണ്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു കുതിരയുണ്ട്. ആ കുതിര എർത്തിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു ഫോഴ്സ് കൊടുക്കാണ്, അല്ലെ? എർത്തിലേക്ക് കുതിരയുടെ ഫീറ്റ് എന്ത് ചെയ്യും? എർത്തിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് ആണ് എന്തെന്ന് പറയാ? ആക്ഷൻ. ആ ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ബാക്കിലേക്ക്. എർത്തിലേക്ക് ഫോഴ്സ് കൊടുക്കുന്ന ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ആക്ഷൻ ആണ്. അതെന്താണ്? ബാക്കിലേക്കാണ്. അപ്പൊ എർത്ത് തിരികെ എന്ത് ചെയ്യും? ഈ ഹോഴ്സിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കണം. ആ ഫോഴ്സ് ആണ് എന്തെന്ന് പറയാ? റിയാക്ഷൻ. ആ റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുക? ഹോഴ്സ് ഇത് കാർട്ട് മുന്നോട്ട് വലിച്ചുകൊണ്ട് പോവാൻ ഹോഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻ ഫ്രണ്ടിലേക്ക്. ഓക്കെ, അപ്പൊ ഹോഴ്സിന്റെ ആ പാദം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ബാക്കിലേക്ക് കൊടുക്കുമ്പോൾ, ആക്ഷൻ കൊടുക്കുമ്പോൾ എർത്ത് ആ കുതിരയുടെ ഫീറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ റിയാക്ഷൻ കാരണമാണ് ഫ്രണ്ടിലേക്ക് അത് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അപ്പോ ഈ റിയാക്ഷൻ കൊടുക്കുന്നതിന് സഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ സഫിഷ്യന്റ് അല്ല എങ്കിൽ കുതിരയ്ക്ക് കുതിരവണ്ടി വലിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. ഇനി അപ്പൊ ഈ റിയാക്ഷനെ ആരവിടെ കൊടുക്കുക? ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സഫിഷ്യന്റ് ആയിട്ടുള്ള ആ റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ എം മാസ് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ വെയിറ്റ് mg താഴേക്കാണ് ആക്ട് ചെയ്യുക. അപ്പൊ റിയാക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യാം? മേളിലേക്ക്, അല്ലെ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ബോഡി ഫ്രണ്ടിലേക്കാണ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ബാക്കിലേക്ക്. ലോ ഓഫ് ഫ്രിക്ഷൻ അനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ഷൻ ആണല്ലോ. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? mu into r. r equal to എന്തായിരിക്കും? mg. mu into mg. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ ഗ്രാവിറ്റി ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എംപ്റ്റി സ്പേസില് ജിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? 0. ഫ്രിക്ഷൻ 0 ആണെങ്കിൽ എന്താവില്ല? സഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഹോഴ്സിന് ആ കാർട്ട് വലിച്ചുകൊണ്ട് പോവാൻ പറ്റില്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഔട്ടർ സൈഡ് ഓഫ് ദ കർവ്ഡ് ട്രാക്ക് is raised above the inner track.
എന്ന് വെച്ചാൽ ഒരു സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ഒരു വളവ്, റോഡിന്റെ ഒരു വളവ്. പല വളവുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഔട്ടർ പാർട്ട് എന്ത് ചെയ്യും, കുറച്ച് ഉയർന്നും ഇന്നർ പാർട്ട് എന്ത് ചെയ്യും, കുറച്ച് താന്നുമായിരിക്കും അല്ലെ. ഔട്ടർ കേർവ്ഡ് ട്രാക്ക് അല്ലെ, ഔട്ടർ സൈഡ് ഓഫ് ദ കേർവ്ഡ് ട്രാക്ക് ഈസ് റൈസ്ഡ് എബവ് ദ ഇന്നർ ട്രാക്ക്. ഇന്നർ ട്രാക്കിനേക്കാളും കുറച്ചു മേളിലേക്കായിരിക്കും റൈസ് ആയിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുക. നെയിംഡ് പ്രോസസ്, ആ പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്നർ സൈഡ് ഒരു കേർവ്ഡ് ട്രാക്ക് ആണ്, ഇതിന്റെ ഔട്ടർ സൈഡ്. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ റോഡിന്റെ കേസ് നമുക്ക് എടുക്കാം. ഇനി ഔട്ടർ സൈഡ് ഓഫ് ദ റോഡ്, ഇത് ഇന്നർ സൈഡ് ആണ്, ട്രാക്കിന്റെ ഇന്നർ ആണ്. ഇത് എന്തുവരും, ഔട്ടർ ട്രാക്ക് ആണ്. അപ്പൊ എന്തുവരും, ഔട്ടർ ട്രാക്ക് ഈസ് റൈസ്ഡ് എ സ്മോൾ എമൗണ്ട് ദാൻ ദാറ്റ് ഓഫ് ദി ഇന്നർ പാർട്ട്. ഇന്നർ ട്രാക്കിനേക്കാളും ഔട്ടർ പാർട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഉയർത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഇതിന് ഇങ്ങനെ ട്രാക്ക് നിർമ്മിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് കർവ്സ്. ഓക്കെ, എന്തെന്നാ പറയാ, ബാങ്കിങ് ഓഫ് കർവ്സ്. ഓക്കെ, ഇത് എന്താണ് ബാങ്കിങ് ഓഫ് കർവ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ട മാതിരി ബാങ്കിങ് ഓഫ് കർവ് എന്താന്ന് പറയാം, എന്നിട്ട് ആ പ്രോസസ് ഏതാണെന്നാണ് ചോദിക്കാം. ഇപ്പൊ രണ്ട് രീതിയിലും ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാങ്കിങ് ഓഫ് കർവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടർ ട്രാക്ക് ഈസ് റൈസ്ഡ് എ സ്മോൾ എമൗണ്ട് ദാൻ ദാറ്റ് ഓഫ് ദി ഇന്നർ ട്രാക്ക്. ഇന്നർ ട്രാക്കിനേക്കാളും ഔട്ടർ ട്രാക്ക് കുറച്ച് ഉയർത്തി നിർമ്മിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് കർവ്. തിരിച്ചു ചോദിച്ചാലും പറയാലോ. സെക്കൻഡ് വൺ, ഡിറൈവ് ദ മാക്സിമം പെർമിസിബിൾ സ്പീഡ് to avoid skidding, neglecting friction. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാണ്ട് അങ്ങനെ ഒരു സർക്കുലർ ട്രാക്കിൽ പോകുന്ന അല്ലെങ്കിൽ ആ ബാങ്കിന്റെ സർക്കുലർ പാത്തിൽ പോകുന്ന ഒരു വെഹിക്കിളിന്റെ മാക്സിമം സ്പീഡ് എത്രയായിരിക്കും, മാക്സിമം എത്ര സ്പീഡ് വരെ ആ വെഹിക്കിളിന് പോകാൻ പറ്റും, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കർവ്ഡ് ട്രാക്ക് കൺസിഡർ ചെയ്യാം. inner portion, the outer portion. Okay, banking of curve ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യനില്. ഇങ്ങനെ ഒരു ബാങ്ക് റോഡില് ഒരു വെഹിക്കിൾ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് ഓഫ് ദിസ് വെഹിക്കിൾ, ഈ വെഹിക്കിളിന്റെ വെയിറ്റ് നമുക്കറിയാം, അതെപ്പോഴും ആക്ട് ചെയ്യുന്നത് നേരെ താഴേക്കായിരിക്കും, വെർട്ടിക്കലി ഡൗൺ ആണ്. ഓക്കെ, റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് നോർമൽ ടു ദ ബോഡി, ബോഡിക്ക് 90 ഡിഗ്രി, ഈ വെഹിക്കിളിന്റെ ബോഡിക്ക് നേരെ 90 ഡിഗ്രിയിലാണ് റിയാക്ഷൻ ആക്ട് ചെയ്യുക. അപ്പൊ നോക്കിയ റിയാക്ഷൻ ഇങ്ങനെ കിടക്കണു, വെയിറ്റ് ഇങ്ങോട്ടാണ്, ബാലൻസ്ഡ് ആയിട്ടല്ല കിടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിയാക്ഷനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിസോൾവ് ചെയ്യാം. റിയാക്ഷൻ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ആയി. ഓക്കെ, സാധാരണ എല്ലാ റോഡിന്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും റിയാക്ഷനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ റിയാക്ഷൻ ഇവിടെ ഈ ആംഗിൾ, ബാങ്കിങ് ആംഗിൾ തന്നിരിക്കുന്ന തീറ്റയാണ്. അപ്പൊ ഇവിടെ വരുന്ന ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും, തീറ്റയാണ്. അപ്പൊ ആറിന്റെ കോസ് കമ്പോണന്റ് ഇവിടെ ആർ കോസ് തീറ്റ, ഇവിടെ ആർ സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ആർ കോസ് തീറ്റ നേരെ മേളിലേക്ക്, എം ജി നേരെ താഴേക്ക്. അപ്പൊ അവ തമ്മിൽ ബാലൻസ് ചെയ്യും. ആർ കോസ് തീറ്റ ബാലൻസസ് എം ജി. ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന റിയാക്ഷന്റെ കോമ്പോണന്റ് ആരെ പ്രൊവൈഡ് ചെയ്യും, സർക്കുലർ പാത്തിലാണ് മൂവ്മെന്റ്. അപ്പൊ സർക്കുലർ പാത്തിലുള്ള മൂവ്മെന്റില് എപ്പോഴും സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടുവേഴ്സ് ദ സെന്റർ ആണ്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഈ സർക്കുലർ പാത്തിന്റെ സെന്ററിലേക്കാണ്. അപ്പൊ ആ സെൻട്രിപെറ്റൽ ഫോഴ്സിനെയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ബാലൻസ് ചെയ്യുക, ആർ സൈൻ തീറ്റ. അപ്പൊ ആർ സൈൻ തീറ്റ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്.
ഓക്കെ, അപ്പോ ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പ്രൊവൈഡ് ചെയ്യും. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv² ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. അപ്പോ ആർ സൈൻ തീറ്റ ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ ആർ. ആർ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു mg. ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. m ക്യാൻസൽ, r ക്യാൻസൽ. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ, അപ്പൊ അതിനെ നമുക്ക് എന്ത് എഴുതാം? ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു v² ഇവിടെ ഉണ്ട്, v² ഡിവൈഡഡ് ബൈ r താഴേക്ക് വരും, rg. അവിടെ നിന്ന് നമുക്ക് എഴുതാം v² ഇസ് ഈക്വൽ ടു അല്ലെ rg, ഇങ്ങോട്ട് പോരുമ്പോ എന്തായി മാറും? rg ടാൻ തീറ്റ. അപ്പൊ v² ഇസ് ഈക്വൽ ടു rg ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ v ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് rg ടാൻ തീറ്റ. ഓക്കെ, അപ്പൊ നോക്കിയേ, സ്പീഡ് അലൗ ചെയ്തിരിക്കുന്നത് ഈ സ്പീഡാണ്. അതിൽ കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെഹിക്കിൾ സ്കിഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് rg ടാൻ തീറ്റ. That's all about today's portion. Thank you.